ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ബി എ ഹിന്ദി മേഡിസി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കഹാനിമേം ഉപകഥ കെ ഭൂമികയാണ്. മുഖ്യ കഥകളിലൂടെ സഞ്ചരിക്കുന്ന കൊച്ചു കൊച്ചു കഥകളെയാണ് നമ്മൾ ഉപകഥ എന്ന് പറയുന്നത്. ഉപകഥ അവസാനം മുഖ്യ കഥയിൽ ലയിച്ചു ചേരുന്നു. മെയിൻ സ്റ്റോറി തുടങ്ങുന്നതിനൊപ്പം തന്നെ ഉപകഥ ആരംഭിച്ച് ദ്വന്ദ്വിലൂടെ ഉപകഥ പുരോഗമിക്കുന്നു. ഇനി അടുത്തതാണ് കഹാനിമേം പാത്രോം കി ഭൂമിക. ഒരു കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു ക്യാരക്ടറാണ്. ഒരു കഥ എത്ര നല്ലതാണെന്ന് പറഞ്ഞാൽ പോലും അതിലെ ഒരു ക്യാരക്ടർ നല്ല രീതിയിൽ അഭിനയിച്ചില്ലെങ്കിൽ ആ കഥ ഒരിക്കലും സക്സസ് ആയി മാറത്തില്ല. കാരണം എന്ന് വെച്ചാൽ ആ കഥയിലെ സന്ദർഭങ്ങളായാലും എന്തായാലും ആ ക്യാരക്ടർ ആയിരിക്കും ജനങ്ങളുടെ മുന്നിൽ കാണിക്കുന്നത്. പരിസ്ഥിതി അനുസരിച്ച് കഥാപാത്രങ്ങൾക്കും മാറ്റം വരുന്നു. രണ്ട് തരത്തിലുള്ള കഥാപാത്രങ്ങളുണ്ട്. ഒന്നാമത്തേന്ന് വെച്ചാൽ ബാഹ്യരൂപം. ബാഹ്യരൂപം എന്ന് പറയുമ്പം നമ്മളുടെ പുറമേയുള്ള കാണിക്കുന്നതെന്ന് വെച്ചാൽ ഹൈറ്റ്, വെയിറ്റ്, മൂവ്മെൻറ്റ്, സ്റ്റൈല്, അതേപോലെ തന്നെ ഡ്രസ്സിങ്, മീൻസ് ഫിസിക്കലായി കാണിക്കുന്നതെല്ലാം ബാഹ്യരൂപിലാണ് വരുന്നത്. രണ്ടാമത്തെ ആന്തരിക് രൂപം എന്ന് പറയുമ്പോൾ അവരുടെ മൈൻഡിലുള്ള തോട്ട്സ്, അവരുടെ ചിന്തകളെല്ലാം ആന്തരിക് രൂപിലേക്ക് വരുന്നത്. കഹാനി മേം പാത്രോം കാ ബാഹ്യരൂപമാണ് അടുത്ത് പറയാൻ പോകുന്നത്. ഫിലിം ജൈസെ ദൃശ്യമാധ്യം മേം പാത്ര का बाह्य रूप का महत्व बहुत बढ़ जाता है. फिल्म में दर्शक पात्र से पहले देखते हैं, उसके बाद सुनता है और करते हुए देखता. ഒരു ക്യാരക്ടറിൻ്റെ വേഷത്തിൽ നിന്നോ അല്ലെങ്കിൽ പിന്നെ അവരുടെ കോൺവെർസേഷനിൽ നിന്നും അവരുടെ റോൾ എന്താണെന്നോ ഏതാണെന്നോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അടുത്തത് ഭാവനയോं के माध्यम से चरित्र चित्रण. पात्र भावना के माध्यम से ही चरित्र चित्रण कहानी में किया जा सकता है. इसमें 3 तरीके हैं. നമുക്ക് ഒരാളുടെ അഭിനയത്തിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ആക്ഷൻ, ഡയലോഗ്, പ്രവൃത്തിയെല്ലാം അതിൽ ഉൾപ്പെടുന്നുണ്ട്. ഒരു കഥാപാത്രം തൻ്റെ ഭാവനയ്ക്ക് അനുസരിച്ച് എക്സ്പ്രഷൻ കാഴ്ചവെക്കുമ്പോൾ കഹാനിയെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കുന്നു. അതിൻ്റെ കൂടെ സ്വന്തം ഭാവന കൂടി അതിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ കഥ സ്വാഭാവിക രീതിയിൽ കൊണ്ടുപോകാൻ നമുക്ക് കഴിയും. അടുത്തൊരു ടോപ്പിക്കാണ് സംവാദ് അല്ലെങ്കിൽ ഡയലോഗ്. സംവാദ് മെയിൻ മധ്യസേ ചരിത്ര ചിത്രം. ഡയലോഗിലൂടെ ഒരു ക്യാരക്ടറിൻ്റെ പൂർണ്ണ ജാൻകാരി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്ന് വെച്ചാൽ എല്ലാ കാര്യവും നമുക്ക് ഒരാളുടെ ആ ഡയലോഗിലൂടെ മനസ്സിലാക്കാൻ കഴിയും ആ ക്യാരക്ടറിനെ പറ്റി. അതിൽ നിന്നും അവരുടെ സ്വഭാവം എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു കഥയിലെ കഥാപാത്രത്തിൻ്റെ റോൾ അനുസരിച്ചായിരിക്കും അവർക്ക് ഉള്ള ഡയലോഗ്. സംവാദ് എന്നത് കേവലം കമ്മ്യൂണിക്കേഷൻ മാത്രമല്ല, ഓരോ ക്യാരക്ടറിൻ്റെയും കമ്മ്യൂണിക്കേഷൻ ചേർന്നാണ് നമുക്ക് അവരുടെ സ്വഭാവം നിർണ്ണയിക്കാൻ കഴിയുന്നത്. 3 തരത്തിൽ നമുക്ക് ചരിത്ര ചിത്രം നിർമ്മിക്കാൻ സഹായകമാവുന്നു. ഒന്നാമത്തേന്ന് വെച്ചാൽ ഓരോരോ ക്യാരക്ടറിന് ഓരോരോ ഡയലോഗ് കാണുമല്ലോ. അപ്പോൾ അവരിങ്ങനെ സംസാരിക്കുന്ന വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവർക്ക് എന്ത് റോളാണ് ഇതിനകത്തുള്ളതെന്ന്. മോണോലോഗ് അല്ലെങ്കിൽ സ്വാഗത് കഥൻ, അതും സ്വന്തമായിട്ടായിരിക്കും സംസാരിക്കുന്നത്. അപ്പോഴും നമുക്ക് അറിയാൻ കഴിയും. ഓരോ കഥാപാത്രത്തിനും നമ്മൾ കൊടുക്കുന്ന പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു കഥാപാത്രത്തിൻ്റെ റോളിന് യോജിച്ച തരത്തിലായിരിക്കണം ആ കഥാപാത്രത്തിന് പേര് കൊടുക്കേണ്ടത്. ഇപ്പം നായകനും അല്ലെങ്കിൽ സഹനായകന്മാർ അല്ലെങ്കിൽ നായികമാർക്ക് അവർക്ക് ഡിഫറെൻറ്റ് റോളായിരിക്കും. അപ്പോൾ അതിന് ആപ്റ്റായിട്ടുള്ള പേര് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ചുറ്റുപാടിലുള്ള സ്വാധീനം ഓരോ കാലഘട്ടത്തിലും നിശ്ചയിച്ച ഒരു പേര് നമ്മൾ യൂസ് ചെയ്യണം.